Hey all, welcome back to my channel. അപ്പോൾ നമ്മൾ മൈസൂർ വ്ളോഗിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ വിസിറ്റ് ചെയ്ത സ്ഥലം എന്ന് വെച്ചാൽ മൈസൂർ പാലസ് ആയിരുന്നു. അതിൻ്റെ പുറം കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഈ മൈസൂർ പാലസ് അംബാവിലാസ് പാലസ് എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. ഇവിടത്തേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നല്ല രസമുണ്ടായിരുന്നു പാലസ് കാണാൻ വേണ്ടിയിട്ട്. ഈ പാലസിൻ്റെ നിർമ്മാണം തുടങ്ങിയിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ 1897 ആ ഒരു വർഷത്തിലേനും. പിന്നെ ഇത് പൂർത്തിയാക്കിയതെന്ന് വെച്ചാൽ 1912 അപ്പോൾ ഇവിടെ നമ്മളെ ഈ മൈസൂർ ഭരിച്ചിട്ടുണ്ടായതെന്ന് വെച്ചാൽ വാടിയാർ രാജവംശത്തിലെ ആൾക്കാരേനും. അവരെ ഔദ്യോഗിക വസതിയായിട്ടാണ് മൈസൂർ പാലസ് അറിയപ്പെടുന്നത്. ഈ മൈസൂർ പാലസ് കാണുമ്പോൾ തന്നെ നമുക്ക് തിരിയും വെച്ചാൽ കുറേ ആർക്കിടെക്ചർ പരമായിട്ട് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇത് പണി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ആർക്കിടെക്ചർ സ്റ്റൈലിന് പറയുന്നതാണ് ഇൻഡോ സർസനിക് സ്റ്റൈൽ എന്നുള്ളത്. അതായത് ഇപ്പോൾ കുറച്ച് ഹിന്ദുസിൻ്റെ ഇതിൽ നിന്നും പിന്നെ കുറച്ച് നമ്മളെ മുസ്ലിംസിൻ്റെ ഇതിൽ നിന്നെല്ലാം എടുത്തിട്ട് അവരൊരു എന്താ പറയുക ഫുൾ ഒരു ഹൈബ്രിഡായിട്ട് ചെയ്ത ഒരു പാലസാണിത്. ഇപ്പം നമുക്ക് തന്നെ മൈസൂരിൽ ഒരുപാട് പാലസ് ഉണ്ട്. പക്ഷേ നമുക്ക് മൈസൂർ എന്ന് പറയുമ്പോൾ നമുക്ക് വേഗം ഓടിയെത്തുന്നത് വെച്ചാൽ മൈസൂർ പാലസാണ്. അത്രക്കും ഫേമസ് ആണ് ഈ ഒരു പാലസ് എന്ന് പറയുന്നത്. എന്തിനു പറയുന്നത്, ഇപ്പോൾ ഇന്ത്യ എടുത്ത് നോക്കിയാൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വിനോദസഞ്ചാര കേന്ദ്രത്തിലൊന്നാണ് നമ്മുടെ മൈസൂർ പാലസ്. പിന്നെന്ന് വെച്ചാൽ വീഡിയോയിലെല്ലാം ചെറിയൊരു മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ എൻ്റെ മോൾ ആ ടൈം എൻ്റെ കയ്യിൽ ഉറക്കേനും. അപ്പോൾ ഞാനൊരു കൈനെ കൊണ്ട് എങ്ങനെയൊക്കെയോ വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്തതായിരുന്നു ഇതെല്ലാം. അപ്പോൾ നമുക്ക് എൻട്രി ഫീസ് വരുന്നത്, ഇന്ത്യക്കാർക്ക് എൻട്രി ഫീസ് വരുന്നത് 100 രൂപയാണ്. ഫോറിനേഴ്സിനാണെങ്കിൽ 200 രൂപയാണ് അവർ എൻട്രി ഫീ ആയിട്ട് ചാർജ് ചെയ്യുന്നത്. ഒരു ബ്രിട്ടീഷുകാരനാണ് ഇതിൻ്റെ പണി വെച്ചും കംപ്ലീറ്റ് ആക്കിയത്. പിന്നെ അവിടുത്തെ ഡോറുകൾ കാര്യങ്ങളെല്ലാം ഇല്ലേ ഇന്നും നല്ല അടിപൊളിയായിട്ട് ഒന്നും ആവാണ്ട് കിടക്കുന്ന കണ്ടിട്ട് ഭയങ്കര അതിശയം തോന്നിയിട്ട് ആഷിക്കാക്ക് ഇങ്ങനെ നോക്കലായിരുന്നു. കൂടുതൽ പാലസ് പോലത്തെ കാര്യങ്ങൾ കാണാത്തോണ്ടാണെന്നറിയില്ല, എനിക്ക് ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിന്. അതായത് വേറെ തന്നെ ഒരു യുണീക്കായിട്ടുള്ള ഒരു സംഭവം. ഇപ്പോൾ ഫസ്റ്റ് പറഞ്ഞില്ലേ 1912 ഇത് പണി കഴിപ്പിച്ചത്. അപ്പോൾ അത് മുതലുള്ള ഇവരെ ഓരോ ആരാധനയും കാര്യങ്ങളും അവരുടെ ദൈവങ്ങൾ അവരുടെ വിശ്വാസം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവർ ആ ഒരു ഗ്ലാസിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പണ്ട് എന്ന് പറയുമ്പോൾ നമ്മളെ ഈ ആനപ്പുറത്തും പിന്നെ അങ്ങനെയല്ലേ സഞ്ചരിച്ചിരുന്നത്. അതിൽ ഈ രഥാന്ന് തോന്നുന്നത് ബാക്കിൽ ഇങ്ങനെ ഫിക്സ് ആക്കിയിട്ട് ആൾക്കാർക്ക് സഞ്ചരിക്കാൻ ഞാനിങ്ങനെ കുറേ വീഡിയോസ് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു വലിയ മിറർ കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ എടുക്കുന്ന കണ്ടിട്ട് ഞാനും എടുത്തു. ഈ വീഡിയോസിലൊന്നും ഞാനെവിടെ ഇല്ല, ഞാൻ തെച്ചും വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു. പിന്നെ കുറേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാലില്ലേ, മൈസൂർ പാലസിൽ കുറേ മുറികളുണ്ട്. നമുക്ക് കുറേ സ്റ്റെപ്പൊക്കെ കയറി ഒരുപാട് അറകളുണ്ട്. പിന്നെ വെച്ചാലില്ലേ എല്ലാ വർഷവും ഈ മൈസൂർ ദസറ എന്ന് പറഞ്ഞൊരു ഫെസ്റ്റിവൽ നടക്കലുണ്ട്. അപ്പോൾ ആ ഒരു ഫെസ്റ്റിവലിൻ്റെ പ്രധാന വേദി എന്ന് പറയുന്നത് ഈ മൈസൂർ പാലസാണ്. പിന്നെ ഇതൊക്കെ അറിയുന്ന ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ടാവും. പക്ഷെ ഇതറിയാത്ത ആൾക്കാർക്ക് ഒരു അറിവായിക്കോട്ടെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നമുക്കല്ല ഇതെല്ലാം പുതിയ ചില കാര്യങ്ങളൊക്കെ പുതിയ അറിവുകളാണ്, മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യാലോ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിൻ്റെ പാർട്ട് 3 വരുന്നുണ്ട്. ഇൻഷാല്ലാ അടുത്തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ പുറത്തിറങ്ങി പിന്നെ ഇതിൽ എൻ്റർ ചെയ്യുമ്പോൾ വിചാരിച്ചാൽ ചെരുപ്പ് അവിടെ ഊരിയിട്ട് വെക്കണം. ചെരുപ്പിടാത്തതുകൊണ്ട് നല്ല വൃത്തി കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചെരുപ്പെല്ലാം ഇട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.